സംസ്ഥാനത്തെ LP വിഭാഗം പൊതുവിദ്യാലയങ്ങളിൽ ആദ്യത്തെ ടർഫ് സ്വന്തമാക്കി തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ തേർഡ് ക്യാമ്പ് സ്കൂളിലെ കുട്ടികളെ വരവേൽക്കുന്നത് ആധുനിക സജ്ജീകരണങ്ങളാണ്. ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാകുന്ന ടർഫ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ 13 ലക്ഷം രൂപയും ഉൾപ്പെടെ 38 ലക്ഷം രൂപ ചെലവിട്ടാണ് പാമ്പാടുംപാറ പഞ്ചായത്തിലെ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക കളിക്കളം നിർമ്മിക്കുന്നത്. ടർഫ് നിർമ്മാണത്തിനായി ത്രിതല പഞ്ചായത്തുകൾ തുക ചെലവഴിക്കുന്നതും ഇടുക്കി ജില്ലയിൽ ആദ്യമാണ്. നമ്മുടെ സ്കൂളിൻ്റെ 2024-25 വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 13 ലക്ഷം രൂപയും കൂടെ മുതൽ മുടക്കിക്കൊണ്ട് കേരള സംസ്ഥാനത്തിൽ ആദ്യമായി ഒരു LP സ്കൂളിന് ഒരു ടർഫ് അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പുരോഗമിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച കാലം കൊണ്ട് നമ്മുടെ ഈ ടർഫിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടും. പ്രവേശനോത്സവത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതിനാൽ അതിനുശേഷം നമ്മൾ വലിയൊരു പരിപാടിയായിട്ട് തന്നെ സംഘടിപ്പിക്കും. മഴ പെയ്താൽ വെള്ളം കെട്ടിനിന്നിരുന്ന സ്കൂളിലെ മൈതാനത്തിനു പകരം സുരക്ഷിതവും നിലവാരമുള്ളതുമായ നൂതന കളിയിടം സ്വന്തമാക്കുന്ന ആവേശത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും. ജൂൺ 3 നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. ഇത്തവണ നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ടർഫാണ് ഒരുങ്ങുന്നത്. ജില്ലാ പഞ്ചായത്തും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 38 ലക്ഷം രൂപ മുടക്കി നമുക്ക് ടർഫ് അനുവദിച്ചിരിക്കുന്നത്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച കായിക പരിശീലനം കൊടുക്കുക എന്നതാണ് ഇത് ലക്ഷ്യം. ധാരാളം വെല്ലുവിളികളെ അതിജീവിച്ച് കായിക കേരളത്തിന്റെ അഭിമാനങ്ങളായ ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത ഇടുക്കിയിൽ ആധുനിക കളിക്കളങ്ങൾ കൂടി ഉയരുമ്പോൾ പ്രതീക്ഷകളും വാനോളം ഉയരുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.